ഇന്നത്തെ വീഡിയോ ഒരു മീൻകറിൻ്റെ വീഡിയോ കേട്ടോ. നമ്മൾ ഹോട്ടലിലൊക്കെ പോകുമ്പോൾ മുളക് കറി കഴിക്കാറില്ലേ? ആ മുളക് കറി നല്ല കുറച്ച് കട്ടിയായിരിക്കും അല്ലേ? അപ്പോൾ അത് നമ്മളെ വീട്ടിൽ എങ്ങനെയാണ് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ നോക്കാം. ഞാൻ ഈ കറി ഉണ്ടാക്കണത് മത്തി വെച്ചിട്ടാട്ടോ. അയില, ചൂര, ഏത് മീൻ വെച്ചിട്ടും ഈ കറി ഉണ്ടാക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. പക്ഷേ ഈ കറി ഉണ്ടാക്കിയ ഉടനെ കഴിക്കാൻ പറ്റില്ല. ഒരു 4-5 മണിക്കൂർ വെച്ചിട്ട് അതിൽ മുളകും പുളിയൊക്കെ പിടിച്ചതിന് ശേഷം കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ഞാൻ മൺചട്ടിയിലാണ് ഈ കറി വെക്കുന്നത്. ഒരു 1/2 ടേബിൾ സ്പൂണോളം ഉലുവ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ വലിയ ജീരകം ഇട്ടു. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൊത്തിയരിഞ്ഞത്, ഒരു 6ഓളം വെളുത്തുള്ളി അല്ലി ഇട്ടിട്ടുണ്ട്. വലിയ വെളുത്തുള്ളിയാണ്. 2 പച്ചമുളകും ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഈ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ ഒന്ന് മൂത്ത മണം വന്നാൽ നമുക്ക് ഒരു പിടി ചെറിയുള്ളി ചേർത്തി കൊടുക്കാം. നമ്മളൊക്കെ മീൻകറിയൊക്കെ വ്യത്യസ്ത രീതിയിൽ വെക്കുന്നവരാണല്ലേ. കുടംപുളിയിട്ട കറി എനിക്ക് ഏറ്റവും എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളത് മുളക് കറിയാണ് കേട്ടോ. മുളക് കറി ചോറിൻ്റെ കൂടെ ആയാലും ദോശൻ്റെ കൂടെ ആയാലും അപ്പത്തിൻ്റെ കൂടെയൊക്കെ ആയാലും നല്ല കോമ്പിനേഷനാണ്. ഈ കറിക്ക് കട്ടി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനതിൽ 4 തക്കാളിയോളം അരച്ച് ചേർക്കുന്നുണ്ട് കേട്ടോ. പുഴുങ്ങിയിട്ട് ചേർക്കാം, പക്ഷേ അരച്ച് ചേർക്കുമ്പോൾ ശരിക്കും അതിൻ്റെ പച്ചമണക്ക് പോവും. അപ്പോൾ ഞാനത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറിക്ക് ആവശ്യമുള്ള മസാലകൾ ചേർത്തി കൊടുക്കാം. ഒരു വലിയ ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി ചേർക്കുന്നുണ്ട്. മുളക് കറി ആയതുകൊണ്ട് ഒരു 3/4 ടേബിൾ സ്പൂൺ നമ്മളെ സാദാ മുളക് പൊടി, എരിവുള്ള മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അത് 3ഉം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക. അതിൻ്റെ ഒരു പച്ചമണം ഒന്ന് പോകട്ടെ. എന്നിട്ട് നമുക്ക് ഈ തക്കാളി പേസ്റ്റ് അതിലേക്ക് ചേർത്തി കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് വറ്റി വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിൻ്റെ പച്ചമണമൊക്കെ പോകണം. ഇത് പുഴുങ്ങിയിട്ട് ചെയ്യുന്നവരുണ്ട് കേട്ടോ. അപ്പം നമ്മളെ കറിക്ക് ആവശ്യത്തിനുള്ള പുളി എടുത്തിട്ടുണ്ട്. ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളിയാണ് എടുത്തിട്ടുള്ളത്. അതിൽ കുടംപുളിയും ചേർക്കാം. ഞാനിവിടെ വളംപുളിയാണ് ചേർത്തി കൊടുക്കുന്നത്. അപ്പോൾ നമ്മളെ മസാല ഏകദേശം വറ്റി വരുന്നുണ്ട്. ഒന്ന് നന്നായിട്ട് വറ്റി വരട്ടെ. അതുണ്ടാവും നമ്മളെ മസാലയൊക്കെ നന്നായി വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് പുളിവെള്ളം ചേർത്തി കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഞാൻ എക്സ്ട്രാ ഒരു 1/2 ഗ്ലാസും കൂടെ വെള്ളം ചേർത്തി കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം. ഈ പുളിവെള്ളം കൂടെ ചേർത്ത ശേഷം നമ്മളെ കറി നന്നായി തിളച്ച് വരട്ടെ. നമുക്കൊന്ന് ഇളക്കി അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മളെ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് മീൻ ചേർത്തി കൊടുക്കാം. മീനിട്ട് കഴിഞ്ഞതിന് ശേഷം കുത്തി ഇളക്കാൻ പാടില്ല. മത്തി ആയതുകൊണ്ട് പെട്ടെന്ന് ഉടഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പം ഞാൻ മീനൊക്കെ ഇതിലേക്ക് ചേർത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു. നന്നായി തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ കടൽ മീനായതുകൊണ്ട് പെട്ടെന്ന് പോകുമല്ലോ. നമുക്കൊന്ന് ചുറ്റി കൊടുക്കാം. മൺചട്ടി ആയതുകൊണ്ട് കുറച്ചേരം ഇങ്ങനെ തിളച്ചിരിക്കുമല്ലോ. നമ്മളെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ തീ ഓഫ് ആക്കിയിട്ട് ഒരു 1/4 ടീസ്പൂൺ ഉലുവ പൊടിച്ചതും ഒരു 2 തണ്ട് കറിവേപ്പിലയും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടൊന്ന് അടച്ച് വെക്കാം. എന്നിട്ട് കുറച്ച് സമയം ഇതിലിരുന്നാൽ നല്ല ടേസ്റ്റാണ് കൂട്ടുമ്പോൾ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിട്ടോ. എന്നിട്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്കും ഷെയറും ഒക്കെ ഒന്ന് ചെയ്യണേ. ഒന്ന് കമൻറ്റ് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് മീൻകറി ഒന്ന് കമൻറ്റ് ചെയ്യണേ. തേങ്ങ ഒഴിച്ച് വെച്ച കറിയാണോ അതോ മുളകിട്ട കറിയാണോ, തേങ്ങ വറുത്തരച്ച് നമ്മൾ മാങ്ങക്കിട്ട് വെക്കില്ലേ, ആ കറിയാണോ നിങ്ങൾക്ക് ഇഷ്ടം എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നല്ലൊരു വിഭവമായിട്ട് വരാം. ഓക്കെ.